നമസ്കാരം. കഴിഞ്ഞ മാസം കൊച്ചി ലുലു കൺവെൻഷനിൽ നടന്ന ബിസിനസ് പരിപാടി മൊത്തത്തിൽ ഒരു തട്ടിക്കൂട്ടായിരുന്നു. കേരളത്തിന്റെ PR ഏജൻസി തന്നെയാണ് ബിസിനസ് മീറ്റിന് ചുക്കാൻ പിടിച്ചതും പ്രധാന കമ്പനികളെ ഒന്നും വിളിക്കാതെ അവരെയൊക്കെ ഒഴിവാക്കി സാധാരണയുള്ള ചെറിയ ബിസിനസ് പ്രതിനിധികളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു ഒരു പരിപാടി നടന്നത്. അവിടെ ഒരു വലിയൊരു രാഷ്ട്രീയം അവിടെ അരങ്ങേറി. തുടക്കം മുതൽ തന്നെ വലിയൊരു രീതിയിലുള്ള ഒരു ആക്ഷേപം ഇതിനെതിരെ ഉണ്ടായിരുന്നു. കാരണം ഈ കൊച്ചിയിലെ ലുലു കൺവെൻഷനിൽ ബിസിനസ് മീറ്റൊക്കെ വിളിച്ചു നടന്നപ്പോൾ ടൂറിസം മന്ത്രിയായ മുഹമ്മദ് റിയാസിനെ ഒന്നും തന്നെ വിളിക്കാതെ മന്ത്രി രാജീവ് മാത്രം ഈ ബിസിനസ് മീറ്റ് കൈകാര്യം ചെയ്തു. മന്ത്രി രാജീവിന് ഒരു പ്രശംസ കിട്ടുന്നതിന് വേണ്ടി മാത്രം, അത് രാജീവിന്റെ മണ്ഡലത്തിൽ വലിയൊരു പ്രശംസ കിട്ടുന്നതിന് വേണ്ടി മാത്രം രാജീവ് ബിസിനസ് മീറ്റിൽ മുഴുനീളം സംസാരിച്ചു. മുഖ്യമന്ത്രിക്ക് പോലും മറ്റു മന്ത്രിമാർക്ക് പോലും വലിയ രീതിയിലൊരു പ്രാധാന്യം ഇതിൽ കിട്ടിയില്ല എന്നടക്കം വലിയ രീതിയിൽ മന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തമ്മിത്തല്ലിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. നിലവിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയത് കേരളം പണം നൽകി ഏൽപ്പിച്ച ഏജൻസിയാണെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയിരിക്കുകയാണ്. സ്റ്റാർട്ടപ്പ് ജെനോം എന്ന സ്ഥാപനത്തിന് 2021 മുതൽ 2024 വരെ $48,000, അതായത് 42 ലക്ഷത്തോളം രൂപ സർക്കാർ നൽകിയിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ അഭൂതപൂർവമായ വളർച്ചയുണ്ടായെന്ന സ്റ്റാർട്ടപ്പ് ജെനോം എന്ന സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് ഇൻവെസ്റ്റേറ്റ് മീറ്റിലടക്കം മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് വെച്ചാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വലുതായെന്ന് പറയുന്നത്. സ്റ്റാർട്ടപ്പ് ജെനോം എന്ന സ്ഥാപനത്തിന്റെ ഉപഭോക്താവാണ് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മിഷൻ എന്നും സതീശൻ ആരോപിച്ചു. 2021 $13,500 കിട്ടിയത്. 2022 നോക്കിക്കഴിഞ്ഞാൽ $4,500, 2023 $15,000, 24 അത് $18 എന്നിങ്ങനെയാണ്. ആകെ $48,000 സ്റ്റാർട്ടപ്പ് ജെനോമിന് കൊടുത്തത്. ഇങ്ങനെ പണം കൊടുത്ത് ആ സ്ഥാപനത്തെ കൊണ്ട് ഉണ്ടാക്കിയതാണ് സ്റ്റാർട്ടപ്പുകളെ കുറിച്ചുള്ള റിപ്പോർട്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. ആശാ വർക്കർമാരുടെ സമരത്തെക്കുറിച്ചും VD സതീശൻ പ്രതികരിച്ചു. തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ അവരോട് മാന്യമായെങ്കിലും പെരുമാറണമെന്ന് VD സതീശൻ പറഞ്ഞു. അതാണ് ഒരു സംസ്ഥാന സർക്കാർ ആദ്യം പഠിക്കേണ്ടത്. ആശാ വർക്കർമാരുടെ സമരത്തോട് സർക്കാർ എന്തൊരു അഹങ്കാരമാണ് കാണിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന് BJP അനുകൂല നിലപാടാണെന്നും VD ആരോപിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എവിടെയാണ് BJPയുമായി വിട്ടുവീഴ്ച ചെയ്തതെന്ന് ചോദിച്ച അദ്ദേഹം CPIM തെരഞ്ഞെടുപ്പിന് ശേഷം ലീഗ് വിരുദ്ധ പരാമർശം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിൽ LDFന് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന സർവേ ഫലം തട്ടിപ്പാണെന്നും ഇത് സംബന്ധിച്ച് AICC നിയമ നടപടിക്ക് ഒരുങ്ങുകയാണെന്നും VD സതീശൻ പറഞ്ഞു. നേരത്തെ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെ പ്രശംസിച്ച് ശശി തരൂർ ലേഖനം എഴുതിയതോടെയാണ് വിവാദം ഉടലെടുത്തത്. ഇതിനുശേഷം തരൂർ തിരുത്തുകയുമായി ചെയ്തിരുന്നു. അതായത് ഇതെല്ലാം തട്ടിപ്പാട്, എനിക്ക് തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞ് തരൂർ രംഗത്ത് വരികയും ചെയ്തു. സൂക്ഷ്മ ചെറുകിട വ്യവസായ രംഗത്തെ സ്റ്റാർട്ടപ്പുകളിൽ കേരളത്തിന്റെ മുന്നേറ്റം കടലാസിൽ മാത്രം ഒതുങ്ങുന്നതാകരുത് എന്നാണ് തരൂർ പ്രതികരിച്ചത്. 9 വർഷത്തിനിടെ കേരളത്തിൽ 42,000-ലേറെ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ അടച്ചുപൂട്ടിയെന്ന പത്രവാർത്ത പങ്കുവച്ചായിരുന്നു തരൂരിന്റെ കുറിപ്പ്. നേരത്തെ കേരളത്തിലെ വ്യവസായ വികസനത്തെ പ്രശംസിച്ചുള്ള തരൂരിന്റെ ലേഖനം ഏറെ വിവാദമായിരുന്നു. സ്റ്റാർട്ടപ്പ് രംഗത്തെ വളർച്ചയും വ്യവസായ സൗഹൃദ റാങ്കിൽ കേരളം ഒന്നാമതെത്തിയതും ചൂണ്ടിക്കാട്ടിയുള്ള തരൂരിന്റെ ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു എ ലെങ്ത് ടൈഗർ എന്ന ലേഖനമാണ് വിവാദത്തിൽ വഴിതെളിച്ചത്. സംരംഭക മുന്നേറ്റത്തിനും സുസ്ഥിര വളർച്ചയിലും കേരളം രാജ്യത്ത് വേറിട്ട മാതൃകയായി നിലകൊള്ളുകയാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നത് ആശ്ചര്യമാണെന്നുമായിരുന്നു തരൂരിന്റെ ലേഖനത്തിനുണ്ടായിരുന്നത്. പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ തരൂരിനെതിരെ രംഗത്തെത്തിയത്. സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തിനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകി. അതോടെയാണ് തരൂരിന് എതിരെ KC വേണുഗോപാലും അതോടൊപ്പം തന്നെ VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ബിന്ദുകൃഷ്ണയും അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിലെത്തി തരൂരിനെതിരെ കുറ്റം പറയുകയും ഉൾപ്പെടെ ചെയ്തത്. എന്തായാലും കഴിഞ്ഞ മാസം കൊച്ചിയിൽ നടന്ന സ്റ്റാർട്ടപ്പുകളെല്ലാം തന്നെ തട്ടിക്കൂട്ടായിരുന്നുവെന്ന് തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഓരോ വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഓരോ സംരംഭത്തിൽ വരുമ്പോൾ സർക്കാർ തന്നെ പറയുന്നു, മന്ത്രിമാർ തന്നെ പറയുന്നു, ഇന്ന സംസ്ഥാനത്ത് നിന്ന് വന്ന സർക്കാരുകൾ അല്ലെങ്കിൽ ഇന്ന ബിസിനസ്സുകൾ ഇത്ര കോടി രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. പക്ഷെ അവർ ആ ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥർ പറയുന്ന കാര്യങ്ങളോ അവർ ഇറക്കിയ ഔദ്യോഗികമായ പ്രസ് റിലീസുകളോ ഒന്നും തന്നെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ലായിരുന്നു. മന്ത്രിമാരാണ് പറയുന്നത് ഇങ്ങനെ ഈ സ്ഥാപനം ഇത്ര കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com
അയൺ ബിൽഡ്, ഗുജറാത്ത്.